ആദ്യമായി കഴിഞ്ഞ ദിവസമാണ് നടി മഞ്ജു പത്രോസിന്റെ ഭർത്താവായ സുനിൽ ഒരു അഭിമുഖത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി മഞ്ജുവും സുനിലും വേർപിരിഞ്ഞാണ് താമസം. സിനിമാ സീരിയൽ അഭിനയവും മകനും മാതാപിതാക്കളും സുഹൃത്തുക്കളുമാണ് മഞ്ജുവിന്റെ ഇപ്പോഴത്തെ ലോകം. അഭിമുഖത്തിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെ ആരെയും വിശ്വസിക്കരുതെന്നൊരു പാഠം താൻ പഠിച്ചതായി സുനിൽ പറയുന്നുണ്ട്. മഞ്ജുവുമായി വേർപിരിഞ്ഞാണ് താമസമെന്നും വെളിപ്പെടുത്തിയിരുന്നു. സുനിലിന്റെ വൈറൽ അഭിമുഖത്തെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ യൂട്യൂബർ ഗൈസ് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. സുനിലിന്റെ അഭിമുഖത്തിന് താഴെ മഞ്ജുവുമായി ഒന്നിക്കാൻ ആവശ്യപ്പെട്ട് പലരും കമന്റ് കുറിച്ച് കണ്ടുവെന്നും എന്നാൽ ഇനി ഇവർ ഒരുമിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് അഭിമുഖം കണ്ടപ്പോൾ തനിക്ക് തോന്നിയതെന്നും ഗൈസ് പറഞ്ഞു. യൂട്യൂബറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. 3 കൊല്ലം മുമ്പ് ഫ്ലവേഴ്സ് 1 കോടി ഷോയിൽ പങ്കെടുത്ത് മഞ്ജു പത്രോസ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. പലരും ആ വീഡിയോ കണ്ട് കാണും. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി മഞ്ജു ആദ്യമായി വെളിപ്പെടുത്തിയത് ആ ഷോയിലാണ്. അന്ന് ഒരുപാട് കാര്യങ്ങൾ മഞ്ജു പത്രോസ് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രധാനമായും തൻ്റെ വിവാഹ ജീവിതത്തിൽ തനിക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളായിരുന്നു മഞ്ജു അന്ന് വെളിപ്പെടുത്തിയത്. കല്യാണം കഴിയുന്നത് വരെ വളരെ നന്നായി ജീവിച്ചു പോന്ന ഒരാളായിരുന്നു മഞ്ജു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് സുനിച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സുനിൽ ബെർണാഡുമായി മഞ്ജുവിൻ്റെ വിവാഹം നടക്കുന്നത്. ദാമ്പത്യത്തിലേക്ക് കടന്നതോടെ പുള്ളിക്കാരിയുടെ സ്ട്രഗിളിംഗ് ലൈഫ് ആരംഭിച്ചു. 21 പവൻ സ്വർണവുമായാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മഞ്ജു ചെന്നുകയറിയത്. എന്നാൽ വൈകാതെ ആ സ്വർണം മുഴുവൻ ഭർത്താവ് ഊരിക്കൊണ്ടുപോയി. കല്യാണം നടത്താനും വീട് മൂടി പിടിപ്പിക്കാനും ചെലവായ തുകയ്ക്കുള്ള പരിഹാരമായാണ് ആ സ്വർണം മുഴുവൻ സുനിൽ കൊണ്ടുപോയത്. എല്ലാം കടം വാങ്ങിയാണ് ചെയ്തിരുന്നത്. നിരവധി കടം സുനിലിനുണ്ടായിരുന്നു. മഞ്ജുവിൻ്റെ സ്വർണം കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതിലും മുകളിലായിരുന്നു അത്. സുനിലിനൊപ്പം ജീവിക്കാൻ തുടങ്ങിയ ശേഷം കടക്കാരോട് മറുപടി പറഞ്ഞും അവധി പറഞ്ഞുമായിരുന്നു മഞ്ജുവിൻ്റെ ജീവിതം. വീട്ടിലെപ്പോഴും കടക്കാരാണ്. സുനിൽ മിക്ക ദിവസവും വീട്ടിലുണ്ടാവുമായിരുന്നില്ല. ഭർത്താവ് വരുത്തിവെച്ച കടം കാരണം തനിക്ക് മറുപടി പറഞ്ഞ് ജീവിതം തള്ളി നീക്കേണ്ട അവസ്ഥ. പിന്നീട് മഞ്ജുവും സുനിലും വെറുതെയല്ല ഭാര്യ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് ഫൈനലിസ്റ്റുകളായി. 2016 ആയപ്പോഴേക്കും സുനിൽ ഗൾഫിലേക്ക് പോയി. കുടുംബഭാരം മഞ്ജുവിൻ്റെ തലയിലും. സ്വന്തമായി വീടില്ല, ഒരു മകനെ നോക്കണം, കടങ്ങൾ വീട്ടണം. അതിനുള്ള മാർഗമായാണ് മഞ്ജു തനിക്ക് കിട്ടിയ സിനിമാ സീരിയൽ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയത്. ഒരുപാട് വർഷം കടങ്ങൾ പരിഹരിക്കാനും ജീവിതം കെട്ടിപ്പടുക്കാനും മഞ്ജു നെട്ടോട്ടമോടി. മാസത്തിൽ വെറും 4-5 ദിവസം മാത്രമാണ് വിശ്രമിച്ചിരുന്നത്. അഭിമുഖങ്ങളിൽ എല്ലാം ഭർത്താവിൻ്റെ നിന്നും ചിലവിന് പോലും പണം ലഭിക്കാറില്ലായിരുന്നെന്ന് മഞ്ജു പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താൻ നിരന്തരം ജോലിക്ക് പോയിരുന്നതെന്നും പറയുന്നുണ്ട്. ഭർത്താവ് വരുത്തിവെച്ച കടങ്ങൾ അതെല്ലാം ബാക്കി വെച്ചുകൊണ്ട് ഭാര്യയെ ജോലിക്ക് പറഞ്ഞ് അയക്കുന്നു. ജോലിക്ക് അയക്കുന്നതോ പോട്ടെ, ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നത് സുനിലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതിനിടയിലാണ് ഗൾഫിലേക്ക് പോയത്. സുനിൽ കഴിഞ്ഞ ദിവസം കൊടുത്ത ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഇങ്ങേർ ഏതോ സ്വപ്ന ലോകത്ത് ജീവിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.